ഷെയ്ൻ ബ്രോ, നിങ്ങളിപ്പോൾ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് UK യിലുണ്ട്. നിങ്ങൾ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടു, അവരുടെ ജെന്യൂൻ ഫീഡ്ബാക്ക് എടുത്തു. ഇനി UK യിലോട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുക? ഒരു കൺട്രി സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് കൺസിഡർ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ഫാക്ടേഴ്സ് ആണ് പാർട്ട് ടൈം ജോബിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്, ഈസി വിസ പ്രോസസ്സ് എന്ന് പറയുന്നത്, സ്കോളർഷിപ്പ്, IELTS ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു കൺട്രി, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഗ്യാരണ്ടി ആയിട്ട് ജോബ് കിട്ടുന്ന ഒരു കൺട്രി, അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഗ്യാരണ്ടി ആയിട്ട് സ്റ്റേ ബാക്ക് കിട്ടുന്ന കൺട്രി. ഇതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് സ്റ്റുഡൻസ് കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, UK പോലെ തന്നെ വേറെയും ഒരുപാട് യൂറോപ്യൻ കൺട്രി ഓപ്ഷൻസ് ഇപ്പോൾ സ്റ്റുഡൻസിനുണ്ട്. എല്ലാ കൺട്രീസിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് UK യിലും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ സ്റ്റുഡൻസായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, UK യിൽ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ അത് മെയിൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ UK യിൽ എത്തിയതിനു ശേഷം പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ഒരു സ്ട്രഗിളാണ്. അത് UK യിൽ മാത്രമല്ല, ഏത് കൺട്രിയിൽ പോയാലും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഒരു പാർട്ട് ടൈം ജോബിന് ചിലപ്പോൾ ഒരു 2-3 മാസം എടുക്കും. പക്ഷേ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇപ്പോൾ UK യിലുള്ളൂ. നിങ്ങൾക്കറിയാം, UK ന്റെ വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. ബാക്കി കൺട്രീസിലൊന്നും 2 വർഷത്തെ സ്റ്റേ ബാക്ക് ഇല്ല, പക്ഷേ UK യിൽ 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉണ്ട്. അതുപോലെ ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്. IT, എഞ്ചിനീയറിംഗ്, അതുപോലെ മാനേജ്മെന്റ്, പാരാമെഡിക്കൽ, മെഡിക്കൽ തുടങ്ങിയ ഒരുപാട് കോഴ്സസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് ആ കോഴ്സസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരുപാട് ഓപ്ഷൻസും UK യിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നോക്കുമ്പോൾ UK സ്റ്റിൽ നല്ലൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ തന്നെയാണ്. പിന്നെ UK ന്റെ നെക്സ്റ്റ് ഇൻടേക്സ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.